ഹലോ, നമ്മളിന്ന് വന്നിട്ടുള്ളത് തളിപ്പറമ്പുകാരുടെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്കാണ്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. നമ്മൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ അടുത്ത് തന്നെ വണ്ടി വെച്ച് നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കാണുന്നത് തളിപ്പറമ്പിൻ്റെ ഹൈവേ ആയിട്ടുള്ള പൂക്കോത്ത് നടയാണ്. ഇവിടെ തന്നെയാണ് പരിപാടി നടക്കുന്നത്. നമ്മൾ വരുന്ന സമയത്ത് നാടകമാണ് ഉണ്ടായത്. കുറച്ച് നേരം ഇരുന്ന് നാടകം കണ്ടു. ഈ ആളെയൊന്നും നിങ്ങൾ നോക്കണ്ട, ഇതൊന്നുമല്ല ഇവിടുത്തെ തിരക്ക്. ഇവിടെ വെച്ച് തന്നെയാണ് വെളുപ്പിന് 3 മണിക്ക് ഉത്സവവും നടക്കുന്നത്. ഉത്സവം കാണാനായിട്ട് ഒരുപാട് ആളുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഭയങ്കര രസമാണ് ഇവിടെ ഉത്സവം തുടങ്ങിയാൽ. അങ്ങനെ കുറച്ച് നേരം നാടകം കണ്ടിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു. ചന്തയും ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. പോകുമ്പോൾ രണ്ടാളെല്ലാം കണ്ട് നടന്നു. തിരിച്ചു വരുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ തിരക്ക് കുറച്ചുകൂടി കൂടി വന്നു. അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റേജ് കൂടിയുണ്ട്. ഇവിടെയും പരിപാടികൾ നടക്കുന്നുണ്ട്. കുറച്ച് നേരം ഇവിടെ നിന്ന് പരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ പോയത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയില്ല ഈ ഒരു വഴി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കാണാൻ വേണ്ടിയാണ്. നമ്മൾ വന്നത് ഇതുവഴിയല്ല, നമ്മുടെ അമ്പലത്തിൻ്റെ പിറകുവശത്തൂടെയാണ് വന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് നാട്ടിലെ ഉത്സവത്തിന് ഒത്തുചേരാൻ പറ്റാത്ത ഒരുപാട് പ്രവാസികളില്ലേ, അവർക്കായിരിക്കും അല്ലേ. കുറച്ച് നേരം നിന്നിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് പോകുമ്പോൾ ലിസ്റ്റാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും അമ്പലത്തിൻ്റെ മുന്നിലൂടെ നടന്നു വരുമ്പോഴുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. മാർച്ച് 6-ന് തുടങ്ങിയ ഉത്സവം മാർച്ച് 20-നാണ് അവസാനിക്കുന്നത്. ജ്യേഷ്ഠാനുജന്മാരായ ശ്രീകൃഷ്ണനും ബലരാമനും 14 ദിവസം ഒത്തുകൂടിയിട്ട് സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവെച്ച് അവസാന ദിവസമായ മാർച്ച് 20-ന് കൂടിപ്പിരിയലോടുകൂടി ഉത്സവം അവസാനിക്കുന്നു. ചരിത്രവും കാര്യങ്ങളും കഥകളൊക്കെ ഒരുപാടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാനൊന്നുമുള്ള അറിവ് എനിക്കും ഇല്ല. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും കേൾക്കാനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയത് അലുവയെന്നാണ്. പോകുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് അലുവ വാങ്ങാമെന്ന്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആദ്യം അലുവ വാങ്ങി ഇവിടുന്ന് 2 മുട്ടായിലൊക്കെ ഒതുക്കി. പിന്നെ ഇനി ഇതിൻ്റെ ഇടയിലുള്ള വേറെ ഏത് ചന്തയിലും നമ്മൾ കയറിയിട്ടില്ല. ഇവർ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വരുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു ആ എൻട്രൻസിൽ തന്നെയുള്ള എല്ലാ സാധനങ്ങളും ഉള്ളൊരു ചന്തയിൽ അവിടെ കയറണമെന്ന്. അപ്പോൾ ഇവിടെ വരെ എത്താൻ വേണ്ടി കുറച്ച് പണിപ്പെട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, അതിൻ്റെ ഇടയിൽ ഓരോ ചന്തകൾ കാണുമ്പോൾ അവിടെ കയറാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയധികം സാധനങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ അതല്ല ഇതാ വേണ്ടതെന്ന് പറയുന്നുണ്ട്. കാരണം അവളെ മെയിൻ സാധനമാണ് ഈ കീ ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കായിട്ട് നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഒന്നും വാങ്ങുന്നില്ലെങ്കിലും ഇതെല്ലാം കണ്ട് നടക്കാൻ തന്നെ ഭയങ്കര രസമല്ലേ. ഇവർക്ക് വേണ്ടതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സ്ഥിരം ഉള്ളൊരു പോസാണ്. ഫോൺ ഓണായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇടുന്നൊരു പോസാണ് അത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ടോയ്സ്, മോതിരം, മാല, അത് ഇതൊക്കെ വാങ്ങിയിട്ട് ഇനി എന്നാ വാങ്ങണ്ടേന്ന് അമ്മമ്മ ചോദിക്കുന്നത്. അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് തന്നെ നടക്കുകയെന്ന്. നമ്മൾ വരുമ്പോഴേക്കും പൂക്കോത്ത് നടയിലൊക്കെ ആൾക്കാർ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉത്സവം നേരത്തെയാണ്. ഉത്സവം കാണാൻ ഇപ്പോഴേ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 11-11:30 ആയിട്ടുണ്ട്. നമുക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഉത്സവമൊക്കെ കണ്ടിട്ടേ എന്തായാലും വരുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.